എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എൻ്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. ഞാൻ റിക്കവറായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എന്നെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞത്. അപ്പം കേട്ട് കാണും ഞാൻ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞു എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോട് കൂടി നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോകാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോൺടാക്ട് ചെയ്തു. ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല, അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എൻ്റെ മാനേജർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല. അവിടെ ഡ്രസ്സിന്റെ ഡിസൈനോ ഡ്രസ്സോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം അവരെ അതൊന്ന് കാണിക്കാനുള്ള പരിപാടി. അപ്പോൾ അവരുടെ റിയാക്ഷൻ. ഹലോ, ഐ ആം മുകേഷ് രാധാ മാധവ്. രേണുസുതി എല്ലാവരുടെയും കണ്ടന്റ് ആയിരുന്നു. അവിടെയൊക്കെ രേണുസുതിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കുറേ വ്യൂസും കിട്ടും, നല്ല റീച്ചും കിട്ടും എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. പക്ഷേ രേണുസുതി തന്നെ വന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് രേണുസുതിക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം. അവിടെയൊക്കെ അതിനെയും കള്ളത്തരമാണ്, ഇവർ കള്ളമാണ് പറയുന്നത്, ഇവർ അടുത്ത ഉടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കമൻസ് ഞാൻ കണ്ടു. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാണ്, എന്താണ് രേണുസുതി ചെയ്ത തെറ്റ്? അത് പൊറുക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം അവരാ രണ്ട് കുട്ടികളെയും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ അച്ഛനെ നോക്കുന്നുണ്ട്, അമ്മയെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവരൊരു കല്യാണം പോലും കഴിക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പലരും പറയുമായിരിക്കും അവരുടെ വേഷം, ആൽബങ്ങളിലെല്ലാം കാണിച്ചു കൂട്ടുന്ന രീതികൾ, ഇതിനെയൊക്കെ വിമർശിക്കുന്നുണ്ടായിരിക്കാം. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. എന്നാൽ രേണുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഈ രീതിയിലൊക്കെ അഭിനയിക്കുന്നവരില്ലേ? അതുകൊണ്ട് ഞാനും കാശിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് തന്നെ ആയിരിക്കാം രേണു ഉദ്ദേശിച്ചതും. അവിടെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിറയെ പേര് രേണുവിനെ വിമർശിച്ചിരുന്നു. എന്നാൽ അവിടെയൊക്കെ പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം രേണുസുതി അതൊക്കെ ചെയ്തു കൂട്ടിയത്. അന്നൊക്കെ ആളുകൾ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വിമർശിച്ചതിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ, ക്യാൻസർ പോലൊരു മാരകമായ രോഗം വന്നിട്ട് അവരെ വീണ്ടും വിമർശിക്കാൻ നിൽക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അവിടെയൊക്കെ മനുഷ്യനെന്ന നിലയിൽ ആശ്വാസവാക്കുകൾ നൽകിയില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള മോശമായുള്ള വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുന്നതായിരിക്കും അവരോട് ചെയ്യുന്നൊരു നല്ല കാര്യമെന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും അമ്മാതിരി കമൻറ്റുകളാണ് വരുന്നത്. ഒരുപക്ഷെ അവിടെ കിച്ചു വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വിളിക്കാത്തത്, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ കിച്ചുവിനെ ബ്ലെയിം ചെയ്യുന്നവരും ഉണ്ട്. നിനക്ക് പോയി അമ്മയെ കണ്ടുകൂടെ? അതുപോലെ തന്നെ അവൻ തുടങ്ങിയ ഒരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ്, അതിനെ മോശമാക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ആ ബിസിനസ്സും തടസ്സപ്പെടുത്താൻ വേണ്ടി കുറച്ച് പേരും ഉണ്ട്. ഇവിടേക്ക് ആലോചിക്കേണ്ടത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്. അതിനൊക്കെ അവരുടേതായ ന്യായങ്ങളും കാണും. ഒരുപക്ഷെ അതെല്ലാം അവർ പുറത്തു പറയണമെന്നില്ല. അതുപോലെ തന്നെയാണ് രേണുസുതി ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. എന്തായാലും ഇപ്പം മുടിയൊക്കെ വെട്ടി വേറൊരു രൂപത്തിലാണ് രേണുസുതി വന്നിരിക്കുന്നത്. രേണുസുതിക്ക് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ 3 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. 3 ദിവസമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ വീട് ഇത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ സാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം അടുത്ത ദിവസം ഇനി നമ്മൾ ചെയ്യുന്ന കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹാർട്ട് അതുപോലെ കാർഡിയോളജിയിലും അതുപോലെ ലങ്സിൻ്റെ ഡോക്ടറിനെ നമ്മൾ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കീമോ അത്ര കട്ടി കൂടിയ മെഡിസിനാണ്. അപ്പം അതുകൊണ്ട് ആ കീമോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഹാർട്ടിനോ ലങ്സിനോ ഒന്നും കുഴപ്പമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ക്യാൻസർ രോഗികളുടെ ആൾക്കാർക്കും അറിയാം, ക്യാൻസർ രോഗികൾക്കൊക്കെ അറിയാം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലൊക്കെയാണ് കീമോ ചെയ്യത്തുള്ളൂ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു. അതിന് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ECG ഒക്കെ എടുത്തു. അപ്പം സർട്ടിഫിക്കറ്റ് ഇത് ഓക്കെ ആണെന്നുള്ളത് കിട്ടി. അതുപോലെ ലങ്സിൻ്റെ ഡോക്ടറെ കണ്ടു, കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് കീമോ ഇടണം. കീമോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ക്ലിപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, അതിടണം. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങളോർക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ പറ്റുള്ളൂ. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര്, ഇന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ കണ്ട ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവർ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവർ എന്നാൽ പോലും ഒരുപാട് ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ കോളേജ്, ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോകുന്നത്, മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അവിടെ വെച്ച് ഓരോ രോഗികളും എന്നോട് ചോദിച്ചു എന്ത് പറ്റി ചേച്ചി എന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോഴത്തേന് അവർ കരഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. ഇവിടെയൊക്കെ പലർക്കും സംശയം ഉണ്ടാകാം, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയധികം ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബിഗ് ബോസിലായിരുന്ന സമയത്ത് തന്നെ അക്ബർ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഏകദേശം 2 ലക്ഷത്തിൽ പുറത്ത് ആളുകൾ കണ്ടിരുന്നു. അതിൽ രേണുസുതിക്ക് കിട്ടിയ സപ്പോർട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും രേണുസുതിയെ സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ടെന്ന്. പക്ഷേ രേണുസുതിയുടെ ചില പ്രവൃത്തികൾ അതിഷ്ടപ്പെടാതെ പലരും വിമർശിക്കുകയൊക്കെ ചെയ്യും.
എന്ന് കരുതി അവർ ചെയ്യുന്നതൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അവരെന്തൊക്കെയോ ചെയ്യുന്നു. അതിൽ തെറ്റുകൾ സംഭവിക്കാം, അവരുടേതായ ശരികളുണ്ടായിരിക്കാം. സബ്സ്ക്രിപ്ഷൻ്റെ പേരിൽ കുറേ പേര് അവരെ കളിയാക്കിയിരുന്നു. എന്തിനിത് ചെയ്യുന്നു, ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു മനസ്സുഖം എന്നുള്ള രീതിയിലൊക്കെ കുറേ കമൻസ് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കറിയാം ഇപ്പോൾ കാശുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാശുണ്ടാക്കാൻ കഴിയത്തില്ല. അവിടെയൊക്കെ പലരും പറയുന്നത് ബിഗ് ബോസിൽ പോയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയില്ലോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. ഇവർക്കൊക്കെ തുച്ഛമായുള്ള പൈസയാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് പേർക്ക് മാത്രം നല്ല രീതിയിലുള്ള എമൗണ്ട് കിട്ടും എന്ന് കരുതി എല്ലാവർക്കും അതേ എമൗണ്ട് കിട്ടണമെന്നില്ല. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ രേണുസുതിക്കൊന്നും അത്ര പൈസ കിട്ടിയിട്ടില്ല. പിന്നെയുള്ള ഈ ആൽബത്തിനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ കിട്ടുന്ന തുച്ഛമായ പൈസയായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും എന്ന് കരുതി അതാരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അവിടെയൊക്കെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ആൻസറാണ് ഈ ക്യാൻസർ എന്നുള്ള രോഗം. ഇത് അറിഞ്ഞിട്ട് കുറേ നാളുകളായെന്നാണ് രേണുസുതി തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അന്ന് വിമർശിച്ചവരെല്ലാം ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൽ അതിശയമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കുറേ പേര് കുറ്റം പറയാൻ കാണും. അവരൊക്കെ ഒന്ന് ചിന്തിക്കുക, ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ, അതും ആരുമില്ലാത്ത അവസ്ഥയിൽ. പലരും പറയും ഭയങ്കര പൈസയുള്ള വ്യക്തിയാണ് രേണുസുതി എന്നൊക്കെ. എനിക്ക് തോന്നില്ല രേണുസുതിയുടെ കയ്യിൽ അത്രയും എമൗണ്ട് പൈസ ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവർക്കറിയാം ഈ രോഗം വന്നതിന് ശേഷം എന്തായിരിക്കും അവർക്കുണ്ടാകുന്ന മാറ്റമെന്നും കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊക്കെ വരുമെന്നൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രേണുസുതി ഇങ്ങനെയൊക്കെ ചെയ്തത്. ആദ്യമൊക്കെ ഈ വാർത്ത ഞാൻ കേൾക്കുമ്പോൾ വിചാരിച്ചത് ഇത് ഫേക്ക് ആയിരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാനിതിനെ കണ്ടത്. എന്നാൽ രേണുസുതി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് ഞാനും വിശ്വസിച്ചത്. ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രേണുസുതി എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ ചെയ്തതെന്ന്. അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച്, പക്ഷെ ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് വന്നത്. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയാനും എന്നാ ഒരിക്കലും ഇത് സത്യമാകരുത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ഇനി അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ചതിയായിട്ട്. അവിടെയൊക്കെ ചിന്തിക്കേണ്ടത്, ആ രോഗം മറച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴും പലരും രേണുസുതിയെ കളിയാക്കിയാനെ, ഇതെല്ലാം ഫേക്കാണ്, ഇവൾ വീണ്ടും പുതിയ നാടകമായിട്ട് വരികയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞവരെ മാനസികമായിട്ട് തളർത്തിയാനെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും. തുറന്നു പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ട്. ഇനി അവരെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ചിലർ പറയും ഇത് ഇവർക്ക് മാത്രമേ ഉള്ളൂ, എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ട്, ഇവർക്ക് മാത്രമല്ലല്ലോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറയാൻ എളുപ്പമാണ്, എന്നാൽ അത് അനുഭവിക്കുന്നത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. ആ സമയത്ത് മാനസികമായിട്ട് തളർത്തുക എന്ന് പറയുന്നത് അതിനെ ഒട്ടും ന്യായീകരിക്കാനും കഴിയത്തില്ല. അത് വളരെ മോശമാണ് എന്ന രീതിയിൽ തന്നെ പറയണം. ഈ അവസ്ഥയിലും രേണുസുതിയെ മോശം പറയുന്നവരുണ്ട്. അവിടെയൊക്കെ അങ്ങനെയുള്ളവർ പോലും മാറി ചിന്തിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ ഓർക്കേണ്ടത്, ഇങ്ങനൊരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വേറൊരു രീതിയിൽ കാണല്. അവിടെയൊക്കെ വേണ്ടത് കുത്തുവാക്കുകളല്ല, സപ്പോർട്ട് മാത്രമാണ്. ഇത് പറയാനാണെങ്കിൽ പല തെറ്റിദ്ധാരണകളും പലർക്കും ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കണ്ടതുപോലെ കേട്ടതുപോലെ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനൊരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ, ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. ഇപ്പം 15ാമത്തെ വയസ്സിൽ ഞാനിത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ ആ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഞാൻ എങ്ങനെയോ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവർ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഇത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്ന് എന്നോട് പറഞ്ഞായിരുന്നു.
അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ. അപ്പൊ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പൊ ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. ഇവിടെയൊക്കെ രേണുസുതി ചെയ്ത പോലുള്ള അബദ്ധങ്ങൾ പലരും കാട്ടിക്കൂട്ടാറുണ്ട്. കാരണം ഒരു മുഴയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് അതിനെ കണ്ടുകളയും. അതവിടെ കിടക്കട്ടെ, അതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കണ്ടുകളയും. എന്നാൽ അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പം ജീവിതത്തിൽ അതിനേക്കാളും വേദന ഉള്ളപ്പോഴോ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ മാനസിക സംഘർഷം ഉള്ളപ്പോഴോ ഒക്കെ അതിനെ ഓർക്കാതെ പോകുന്നതായിരിക്കാം. രേണുസുതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രേണുസുതിയുടെ ഒരു ബിസി ലൈഫ് തന്നെയാണ്. പല പല ഷൂട്ടിങ്, ആൽബങ്ങൾ, ഗൾഫ്, ഇതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ്, അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ, കേസ്, പല രീതിയിലും രേണുസുതി ബിസി ആയിരുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ളപ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെയാണ് രേണുസുതിക്ക് ഇന്ന് വിനയായത്. ഒരുപക്ഷെ അന്ന് ഇക്കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ഥിതി വരില്ലായിരുന്നു എന്ന് കരുതി അതിനെയും ഈ സമയത്ത് വിമർശിക്കേണ്ട കാര്യമുള്ളതല്ല. ഇത് സാധാരണമായിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഈ ക്യാൻസറൊക്കെ എങ്ങനെ ഉണ്ടാവുന്നെന്നോ ഇല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാവുന്നെന്നോ ആർക്കും അറിയത്തില്ല. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആർക്കും വരാം. അത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. മനസ്സിന് ഭയങ്കര കട്ടി എന്ന് എല്ലാവരും പറയും, സത്യമാണ്. ഇത്രയും ക്യാൻസർ അറിഞ്ഞിട്ട് പോലും ഞാൻ റീൽസ് ചെയ്തു. മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് റീൽസുകളിലൂടെ ഒക്കെ സന്തോഷിച്ചു ഞാൻ കാണിച്ചു തന്നു. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിന്റെ കട്ടി കൊണ്ട് തന്നെയാണ്. ഇത്രയും ഒരു ക്യാൻസർ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ അതെന്റെ മനസ്സിന്റെ കട്ടി തന്നെയാണ്. പക്ഷെ ദേഹത്തൊരു സൂചി കുത്തി എനിക്ക് പേടിയെത്തും. ഇപ്പോഴും എനിക്ക് പേടിയാണത്, സൂചി കുത്തുന്നൊക്കെ. അപ്പൊ അത് ആ ഒരു പേടി മൂലം ഞാനന്ന് വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഇവര് കൊണ്ടുപോയി അത് കീറിക്കളയും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് പറയാതെ കൊണ്ടു നടന്നു. അതിന് കുറെ നാൾ കഴിഞ്ഞ്, അതായത് സുധിച്ചേട്ടന്റെ മരണശേഷം കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളത് ഡോക്ടറിനോട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെന്താ, ഇവിടെ ഒരു പരിശോധിച്ചപ്പം എന്തോ ഒരു സംശയം തോന്നി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഒരു സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം എന്തോ ഒരു ഡൗട്ട്. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, രേണു ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സാറേ? അപ്പോഴും ഇന്ന പോലെ ഒരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയല്ലേ, എന്നോട് പറയാം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, എന്റെ ആങ്ങളെ ഞാനും പോയത്. ആങ്ങളെ ആശുപത്രി കയറി വന്നില്ല, കാറിലിരുന്ന് ഞാനാണ് ചെന്നത് സംസാരിക്കുന്ന ഡോക്ടറിനോട്. ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അതിനുശേഷം മാമോഗ്രാം, നമുക്കറിയാം നമ്മൾ സ്ത്രീകൾ എല്ലാ പ്രാവശ്യവും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ ഇത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിപ്പോയത് അതാണ്. കാരണം നമ്മളിത് നേരത്തെ ഈ വേദനയില്ലാത്ത മുഴ ആയതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ക്യാൻസർ ആണെന്ന് തന്നെയാണ് പലർക്കും അറിയാൻ കഴിഞ്ഞത്. പലരും ഇത് ഫോൺ ചെയ്ത് വിളിച്ചു ചോദിക്കുകയും ഇതൊക്കെ ശരിയാണോ, ഇതിൽ വല്ല കള്ളത്തരമുണ്ടോ എന്ന രീതിയിലൊക്കെയുള്ള അന്വേഷണമൊക്കെ നടത്തി. എന്നിട്ടും രേണുസുതി പറഞ്ഞത് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്കും അറിയാൻ കഴിഞ്ഞത്. ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയൊരു കോൺട്രവേഴ്സി വരുന്നത്, കിച്ചു എന്തുകൊണ്ട് വിളിച്ചില്ല? രേണുസുതിയുടെ അങ്ങോട്ട് കാര്യം ചോദിച്ചപ്പോൾ, അതായത് അവിടെയുള്ള ആങ്കർ ചോദിച്ചു കിച്ചു വിളിച്ചായിരുന്നോ, കിച്ചു എന്ത് പറഞ്ഞു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പം അതിനൊരു ആൻസർ വന്നതേ ഉള്ളൂ. അതായത് കിച്ചു വിളിച്ചില്ല. അവിടെ തന്നെ രേണുസുതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഇത് ഞാൻ ആരെയും അറിയിപ്പിച്ചിട്ടില്ല, പലരിൽ നിന്നും ഞാൻ രഹസ്യമായിട്ട് കൊണ്ടു നടന്നതാണ്, അതുകൊണ്ട് അവനും അറിഞ്ഞു കാണത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ രേണുസുതി പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് കേട്ടുകൊണ്ട് കുറേ പേര് കിച്ചുവിൻ്റെ അവിടെ പോയി തെറി വിളിക്കുന്നവരുണ്ട്. എന്താണ് നിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ പോകാത്തത്, നീ എന്തുകൊണ്ട് അവരെ പോയി കാണുന്നില്ല, ഇതൊക്കെ ശരിയാണോ? അവിടെയാണെങ്കിൽ കിച്ചു ഒരു ടീഷർട്ടിൻ്റെ ബ്രാൻഡിങ്ങിനെ സംബന്ധിച്ച് കുറേ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പം കേട്ട് കാണും ഞാനൊരു പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീട്ടുകാരെ ഡ്രസ്സിൻ്റെ ഡിസൈനോ ഡ്രസ്സോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം അവരെ അതൊന്ന് കാണിക്കാനുള്ള പരിപാടി. അപ്പോൾ അവരുടെ റിയാക്ഷൻ ഒക്കെ ഒന്ന് നോക്കാൻ നമ്മൾ കാണിക്കാനുള്ള പരിപാടി. അപ്പോൾ അവരുടെ റിയാക്ഷൻ ഒക്കെ ഒന്ന് നോക്കാൻ നമുക്ക് എന്തായാലും അവിടെ അകത്തിരിപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സ് കൊണ്ടൊന്ന് കാണിച്ച് അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള തെറിവിളികളും. അതായത് ആ പയ്യൻ തുടങ്ങി വെച്ച ആ ബിസിനസ് ഒന്ന് കുളം തോണ്ടണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ പോയി ഇമാതിരി കമൻ്റ് ഇടുന്നത്. എന്നാൽ ഈ കമൻ്റ് ഇടുന്നവർ ആലോചിക്കുന്നില്ല, ഇല്ലെങ്കിൽ രേണു അവനെ അറിയിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം രേണു പറഞ്ഞത് അതാരും മനസ്സിലാക്കാതെയാണ് പോയി അവിടെ തെറി വിളിക്കുന്നത്. ഇവിടെയൊക്കെ എന്ത് തന്നെ ആയാലും ഒരു അപകടം വരുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് ചേരേണ്ടത് തന്നെയാണ്. അതായത് ഒരു ആപത്ത് വരികയാണെങ്കിൽ ഇവരെന്തായാലും ഒന്ന് ചേരുക തന്നെ ചെയ്യും. അതിന് കിച്ചു ആയാലും രേണു ആയാലും ഋതുപ്പനായാലും ആ കുടുംബമായാലും
എല്ലാവരും അവിടെ പോവുക തന്നെ ചെയ്യും. എന്തായാലും അതിനെക്കുറിച്ചും രേണുസുതി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കിച്ചുവിനെ അറിയിപ്പിച്ചിരുന്നോ, ഇല്ലെങ്കിൽ ഈ രോഗവിവരം ആർക്കൊക്കെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം രേണുസുതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞോ എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവാ, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്ട് ചെയ്തു. ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല, അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എന്റെ മാനേജർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല അവിടെ. ഇവിടേക്ക് എനിക്ക് തോന്നുന്നത് എന്തായാലും കിച്ചു പോയി കാണുക തന്നെ ചെയ്യും. അല്ലാതെ അത്രയും ക്രൂരനായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല കിച്ചു. കിച്ചു ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ബിസി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊന്നും നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ കിച്ചു പോയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനൊരു സ്ഥിതി രേണുവിന് വരുമ്പം എന്തായാലും കിച്ചു പോകും. കാരണം ഫിനാൻഷ്യലായിട്ടും എല്ലാ രീതിയിലും സപ്പോർട്ടും ആവശ്യമുള്ളത് തന്നെയാണ്. അവിടെയൊക്കെയാണ് രേണു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ആൻസർ കിട്ടുന്നത്. കാരണം രേണുവിൻ്റെ രോഗവിവരത്തെക്കുറിച്ച് രേണുവിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പണം ആവശ്യമാണ്, എത്രമാത്രം പൈസ വേണമെന്നും നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ മാക്സിമം പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്. അതിലവർ കാട്ടിക്കൂട്ടിയതെല്ലാം തെറ്റാണ് എന്ന് പറയാനൊന്നും കഴിയത്തില്ല. അത് പലരും പല രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടും പലർക്കും വേണമെങ്കിൽ തെറ്റായിട്ട് തോന്നാം. അതിനെ വേണമെങ്കിൽ വിമർശിക്കുകയും ചെയ്യാം, വിമർശനങ്ങൾ വാങ്ങാം. പക്ഷേ അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം രേണുവിനറിയാം പൈസ ആവശ്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തെക്കുറിച്ചും രേണു പറയുന്നുണ്ട്. അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ? അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തോണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും അത് ആ അപ്പോഴൊന്നും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി നമുക്ക് എന്തായാലും ഈ ഇത് ആവശ്യം വരും, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ഇപ്പൊ വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും അപ്പൊ ഒന്നും കൊണ്ടു തരാനില്ല. അതായത് എന്നും ഒന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. അതുപോലെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വരുമാനമാണ്. പിന്നെ നമ്മുടെ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാന്ന് വെച്ച് എനിക്ക് തോന്നുന്നു രേണു ഇതിൽ നിന്നൊക്കെ കരകയറി വരും. കാരണം ഇതിനും അപ്പുറമുള്ള ഹെയ്റ്റും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വിഷമമൊക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണ് രേണുസുതി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അതായത് ഈ രോഗം രേണുവിനെ കീഴ്പ്പെടുത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാനസികമായിട്ട് തളർത്താതിരിക്കുക. ആ രീതിയിലുള്ള മോശം കമൻറ്റുകളും അതും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം. അതൊരു വിമർശനമായിരിക്കണം, അല്ലാതെ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള വിമർശനങ്ങളും അവരുടെ ഈ അവസ്ഥയെ വരെ ചോദ്യം ചെയ്ത് വീണ്ടും സംശയത്തിൻ്റെ നിഴലിലാക്കി ജനങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഈ അവസ്ഥയിലെങ്കിലും രേണുസുതിയെയും കുടുംബത്തെയും വെറുതെ വിടുക. കാരണം എത്ര പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയുകയാണെങ്കിലും ഒരു രോഗം വരികയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും കാണും. അവിടെയൊക്കെ മാനസികമായിട്ടുള്ള പിന്തുണ കൊണ്ട് മാത്രമായിരിക്കും അവർ പിന്നീട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ രേണുവിനെ ഈ അവസ്ഥയിൽ മാനസികമായിട്ട് തളർത്താതിരിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു കമൻറ്റ് ബോക്സൊക്കെ കാണുമ്പോൾ കുറേ പേര് മാറിയിട്ടുണ്ട്, മാറി ചിന്തിക്കുന്നുണ്ട്, സപ്പോർട്ട് വരുന്നുണ്ട്, പലരും സഹായ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അതൊക്കെ ഒരു മാറ്റമായിട്ട് തന്നെ കാണാം. കാരണം ജനങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര മോശക്കാരല്ല. ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നൊക്കെ പലർക്കും അറിയാം. എന്നാൽ ചിലരെ മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രേണു ഇതിൽ നിന്നൊക്കെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നടക്കട്ടെ. ഈ വീഡിയോ അവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.